ഞാൻ അടുത്ത ധ്യാനുണ്ട് നോക്കാ. 360 ഡിഗ്രിയിലാട്ടോ ഇവിടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് ഏതൊരു സൈഡിലേക്ക് ക്യാമറ കറക്കിയാലും അവിടെയൊക്കെ ഫുൾ വ്യൂ. ഗൈസ് ഇതേ ഇപ്പൊ സമയം നോക്കിയേ 4:41. അപ്പോൾ ഇത് വൈകുന്നേരത്തെ 4:41 പുലച്ചക്ക് 4:41. ഇതേ ധ്യാനസൊക്കെ എണീച്ച് ഫ്രഷ് ആയിരിക്കുന്നു. നിത്യേത ഓടിച്ചാടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ പോകുന്നത്. അപ്പൊ ഗൈസ് എന്താ പരിപാടി എന്നായിരിക്കും നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്. ടൂറ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടൂറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ ധ്യാനസേ? അപ്പൊ ഗൈസ് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ അല്ലേ? അതാണ് ഇന്നത്തെ യാത്രേന്റെ പ്രത്യേകത. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, എന്തായാലും ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ അച്ഛൻ്റെ അനിയന്റെ മോൻ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ട്, പുതിയ വണ്ടി. അപ്പോൾ അതിൽ ഒരു ജസ്റ്റ് ഒരു യാത്ര, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പോകുന്നത് എന്തായാലും വയനാട്ടിലേക്കാണ്. അപ്പോൾ വയനാട്ടിൽ ഏത് സ്ഥലത്തേക്കാന്നുള്ള നമുക്ക് തന്നെ ഒരു ഉദ്ദേശമില്ല. നമ്മളിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ യാത്ര, ഒരു മഴയത്ത് ഒരു ചെറിയ സോങ് ഒക്കെ വെച്ച് അങ്ങനെ ഒരു യാത്ര, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുന്നുകളും മലകളും അരുവികളും ഒക്കെ കവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത്രയും രാവിലെ ഇറങ്ങിയെന്ന് വെച്ചാൽ വയനാടിൻ്റെ ആ ഒരു ഫോഗ് അത് നമുക്ക് കാണുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ നേരെ നമ്മളെ പാൽച്ചുരം വഴിയായിട്ട് വന്നേ. അപ്പോൾ പാൽച്ചുരത്തിലുള്ള നമ്മളെ വാട്ടർഫാൾ. പക്ഷേ മഴ കുറവായിട്ടുണ്ടെന്നൊന്ന് എന്തില്ല, വെള്ളം വളരെ കുറവാട്ടോ. എന്താ വളരെ വെള്ളം കുറവാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 6 മണി കഴിഞ്ഞിട്ടാ. ധ്യാനു നല്ല ഉറക്കായിരുന്നു. ധ്യാനു നീ അറിഞ്ഞ അവിടെ നിന്ന് എത്തിയതൊക്കെ അറിഞ്ഞ? ഇല്ല, ധ്യാനു ഒന്നും അറിയില്ല. ഇതുണ്ടോ വെള്ളം വളരെ കുറവാണ്. അങ്ങ് മേലെ തന്നെ വരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങള് നേരെ തിരുനെല്ലി റൂട്ടിലേക്ക് കയറിയിട്ടാ. അപ്പൊ ഇവിടുന്ന് ചായ ഒക്കെ കഴിച്ച് നേരെ തിരുനെല്ലി റൂട്ടിലേക്ക് കയറി. നമ്മൾ രാവിലെ പറഞ്ഞില്ലേ നമ്മള് അരുവികളും പുഴകളൊക്കെ കണ്ടിട്ടാ പോകുന്നത്. അപ്പൊ ഒരു അരുവി കണ്ടിട്ടുണ്ട് ഇവിടെ. ആ അരുവിയിലേക്ക് ഇറങ്ങുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചേട്ടാ. തിരിച്ചു വരുന്നതാണെങ്കിൽ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നതാണെങ്കിൽ അതിൽ ഇറങ്ങിയിട്ടൊന്ന് നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കാന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുളിച്ചാൽ ശരിയാവില്ല. കാരണം ഡ്രസ്സൊന്നും നമ്മൾ എക്സ്ട്രാ എടുത്തിക്കില്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഡ്രസ്സൊന്നും എക്സ്ട്രാ എടുത്തിക്കില്ല. അപ്പോൾ എന്തായാലും അരുവിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇതാ ഇതുണ്ടോ, ദേ നമ്മള് ധ്യാനൂട്ടം പറഞ്ഞ നീലേക്ക് ഇറങ്ങി കുളിക്കാന്ന്. കാരണം അതിൽ ചളിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല തെളിഞ്ഞ നല്ല തൂവെള്ള വെള്ളം കേട്ടോ. അതുകൊണ്ട് ഇറങ്ങാൻ പറയുന്നുണ്ട്. ദേ ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ട്. നല്ല തണുപ്പായിരിക്കും ധ്യാനൂട്ടാ. അപ്പൊ ഗൈസ് അരുവിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് തിരുനെല്ലി അമ്പലത്തിലാട്ടോ. അപ്പോൾ കുറേ ആയി അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇതുവഴി വന്നപ്പോൾ എന്തായാലും പിന്നെ ഒന്ന് അമ്പലത്തിൽ കയറി കളയാന്ന് വെച്ചിട്ടോ. അങ്ങനെ അതെ അമ്പലത്തിലൊന്ന് കയറി തൊഴുത് അമ്പലത്തിന് ചുറ്റുപാടും കാര്യങ്ങൾ നോക്കി. എന്നിട്ട് നേരെ നമ്മൾ ബാവലിലേക്ക് പോയിട്ടോ. ബാവലിയിലും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ശിവക്ഷേത്രം ഉണ്ട്, അവിടെയും പോയി. അവിടെ പണ്ടൊക്കെ എന്താ പറയുക കല്ല് കാര്യങ്ങൾ ഇങ്ങനെ അട്ടി വെച്ചിട്ട് പാവം തീർക്കുന്ന പരിപാടി ഉണ്ട്. ഈ കാണുന്ന പോലെ കല്ലിങ്ങനെ അട്ടി വെച്ചിട്ട് പാവം തീർക്കുന്ന പരിപാടി എന്നൊക്കെ പറയല്. പക്ഷെ ഇപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കുക. അങ്ങനെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ കുറേ നേരം അവിടെ നിന്ന് ഈ എങ്ങനെയാണ് ഈ കല്ല് നിന്നതിനെ കുറിച്ച് ഞങ്ങൾ അവിടെ കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ നേരെ തിരിച്ചത് നമ്മൾ കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന കേട്ടോ. അപ്പോൾ കാട്ടിലൂടെ പോകുമ്പോൾ ആനയും അതുപോലെ തന്നെ മാനും കുരങ്ങും അങ്ങനെ ഏകദേശം എല്ലാ മൃഗങ്ങളെയും ഞാൻ കണ്ടിട്ടോ. ഇത് നമ്മളൊരു കുരങ്ങാണ്. കുരങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ കുരങ്ങല്ല, കരിങ്കുരങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ സിംഹാലം കുരങ്ങാണോ കരിങ്കുരങ്ങാണോ എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ സ്ഥിരം കാണുന്ന കുരങ്ങിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കുരങ്ങനെ കേട്ടോ. അപ്പോൾ അതിനെ കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. എന്നിട്ട് പതിയെ നമ്മൾ പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ എന്താ പറയുക ഞങ്ങളെ കാത്ത് ഒരുപാട് അതിഥികൾ വഴിയോരത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആനയായിട്ടും അതുപോലെ തന്നെ മാനും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ കർണാടകത്തിൻ്റെ തനി ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകട്ടോ. വഴി എന്നൊക്കെ പറഞ്ഞാൽ 1.5 വഴിയാണേ. ഞാൻ കാണിച്ചു തരാം. എന്തോ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. വലിയ എന്താ പറയുക ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ മൈതാനം അല്ലേ, മൈതാനം എന്ന് പറയാൻ പറ്റൂല, പുൽമേട്. അപ്പോൾ ഇതാ കുതിര ഉണ്ട്, പശു ഉണ്ട്. നമുക്ക് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടാ.
അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ എന്താ ബ്യൂട്ടി എന്നറിയാ. ഇത് കണ്ടോ, കുതിരേനെ കണ്ടോ? 1, 2, 3. അതേപോലെ തന്നെ ഇതേ ഇവിടെ ഒരു കുതിരന്റെ അടുത്ത് ആൾക്കാരൊക്കെ വന്ന് അതിന്റെ മേലെ ജസ്റ്റ് തൊടുക പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യൂ നോക്കിയേ, ഇഷ്ടംപോലെ പശുക്കളും അതേപോലെ തന്നെ അങ്ങ് നമുക്ക് കണ്ണെത്താ ദൂരത്ത്, എത്ര ദൂരത്ത് വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാനും പിടിക്കാനും. ഡ്രൈവിംഗ് ബീച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇത് ഡ്രൈവിംഗ് ബീച്ച് ആക്കിയിട്ട് മാറ്റാം. ബീച്ചിന്റെ പകരം ഡ്രൈവിംഗ് പുൽമേട് അല്ലേ, ഡ്രൈവിംഗ് പുൽമേട്. ആ ബ്യൂട്ടി. അപ്പൊ ഗൈസ് ഈ ഒരു സ്പോട്ട് വരുന്നത് വെച്ചാല് നമ്മളെ നാഗർകോൾ ടൈഗർ റിസർവ് കേന്ദ്രല്ലേ, അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇടത്തോട്ടേക്ക് റോഡ് വരുന്നുണ്ട് കേട്ടാ. അപ്പോ അവിടെ KL12 എന്ന് പറയുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ആ അവിടെ ഒരു ട്രിസ്റ്റ് അടിക്കുന്നുണ്ട്, ഒരു വണ്ടി ട്രിസ്റ്റ് അടിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മുതലാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. അത്രയും കാരണം വണ്ടികളായിട്ട് കറക്കുന്നൊക്കെ കിട്ടും കേട്ടോ. അമ്മാതിരി സ്പോട്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്പോട്ടാണ്. ഹായ്, നമുക്ക് പേടിയാ. മഴ പെയ്തപ്പോ പശുക്കളൊക്കെ സൈഡിലേക്ക് വരുന്നുണ്ട്, എല്ലാ പശുക്കളും സൈഡിലേക്ക് വരുന്നു. ഗൈസ് എമ്മാതിരി കാറ്റാന്നറിയ ഇവിടെ, ഒടുക്കത്തെ കാറ്റ്. വാ എന്തൊരു വ്യൂ ആന്ന് നോക്കിയേ. 360 ഡിഗ്രിയിലാട്ടോ ഇവിടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് ഏതൊരു സൈഡിലേക്ക് ക്യാമറ കറക്കിയാലും അവിടെയൊക്കെ ഫുൾ വ്യൂ ആട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഞാൻ അടുത്ത ധ്യാനുണ്ടോ? ആ സൂപ്പർ സൂപ്പർ. കളിക്കേ കളിക്കേ കളിക്ക് നോക്കട്ടെ, എങ്ങനെ നോക്കട്ടെ, നിങ്ങൾ പഠിച്ചോ ഇല്ലോ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? അത് വരൂ, നിങ്ങൾ കളിക്ക്, ഞാൻ നോക്കട്ടെ നിങ്ങൾ എങ്ങനെ പഠിച്ചോ ഇല്ലോ നോക്കണ്ടേ. അതേപോലെ തന്നെ ഗേസ് നമ്മൾ ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനിനെ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ അവർ ഫിഷ് തവ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനും കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഫുൾ ക്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് സാധനം കിട്ടില്ല എന്ന് ഇപ്പോൾ നമ്മൾ നേരെ അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോയിട്ടോ. അടുത്ത സ്പോട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ കുറുവ ദ്വീപാണ്. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് അവിടുന്ന് 2 കയാക്കാട്ട് എടുത്ത്. അപ്പോൾ ഞാനും സരുണും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജിത്തിയും അതുപോലെ തന്നെ ആരതിയും അതേപോലെ തന്നെ ധ്യാനോസിനും വരുന്നില്ല, കാരണം അവർക്ക് വരാൻ പേടി പോലെ. അപ്പം ഞങ്ങൾ രണ്ടാളും നേരത്തെ അവിടുന്ന് കയാക്ക് എടുത്ത് കയാക്ക് എടുത്തിട്ട് നമ്മൾ ദ്വീപിൽ കുറുവ ദ്വീപിലേക്കുള്ള ആ ഒരു പുഴയിൽ കൂടി ഫുള്ള് കറങ്ങി കേട്ടോ. നമുക്ക് ഏകദേശം ഒരാൾക്ക് വരുന്നത് 150 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 300 രൂപയാണ് 2 പേർക്ക് വന്നത്. പിന്നെ അരമണിക്കൂർ സമയമാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അരമണിക്കൂറിൽ അതിൽ കൂടുതൽ സമയം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കാടിൻ്റെ ഓരം ചേർന്ന് കേട്ടോ നമ്മൾ കൂടുതലും പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വ്യൂ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര വ്യൂ, ഭയങ്കര എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ ഒരു കയാക്കിങ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടുന്ന് കയാക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ജിത്തേൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഇനി പോകുന്നത്. അപ്പോൾ ജിത്തേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടുന്ന് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ജിത്തേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ പോയ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. എങ്കിലും നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മൾ നേരെ നമ്മുടെ ട്രിപ്പിൽ നിന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ.